ഇന്നിപ്പോൾ നമ്മൾ 27 രൂപയായിട്ട് ഉണ്ടാക്കുന്ന സാധനം കേട്ടോ, അരിയിലപ്പം എന്ന് പറയും. അപ്പോൾ ഇതിനെന്തൊക്കെ കൂട്ടിക്കണത് പറഞ്ഞാൽ അതിൽ കൂട്ടിക്കണത് അരിപ്പൊടി, കുതിർത്തി പൊടിച്ച അരിപ്പൊടി, മൈദ, ഉള്ളി, ജീരകം, തേങ്ങ. അത് ഉള്ളിയും ജീരകം തേങ്ങയും കൂടി അരച്ചതാണ്. ഉള്ളിയും ജീരകവും തേങ്ങയും കൂടെ അരച്ചിട്ട് അരിപ്പൊടി, മൈദപ്പൊടി, ഉള്ളി, ജീരകം, തേങ്ങ, പിന്നെ സോഡാപ്പൊടി ഇട്ട് ഉപ്പിട്ടു. ഇനി ഇതിൽ കുറച്ച് എള്ളിടണം. ഇത് കഴുകി അരിച്ച് വെച്ച് ഉണക്കി വെച്ച എള്ള് നമ്മളധികവും 27 രാവിലെ തന്നെയാണ് ഉണ്ടാക്കുക. എള്ള് കഴുകി ഉണക്കി അരിച്ച് വെച്ച പിന്നെ എള്ളാണ്. ചിലവർക്ക് അറിയില്ല ഇതെങ്ങനെ ഉണ്ടാക്കുക. അതേപോലെ വെല്ലം ഉണക്കിയിട്ട് അരിച്ച് വെച്ച് കേട്ടത്, അരിച്ച് വെച്ച വെല്ലാണിത്. അപ്പോൾ ചിലവർക്കൊന്നും ഇത് അറിയില്ല എന്താ അരിയിലപ്പം എന്നുള്ളത്. നല്ല കുഴക്കണം, പൊറോട്ട കുഴക്കണ പോലെ കുഴക്കണം. ഇത് സോഡാപ്പൊടി ഉപ്പിട്ട് വെക്കണം. ഉപ്പിനുള്ളിൽ മധുരട്ടതാവുകൊണ്ട് സോഡാപ്പൊടി, ഉപ്പ് അധികം പാടില്ല. ഉപ്പിനുള്ളിൽ സോഡാപ്പൊടി ഇട്ടു. ഇതൊന്ന് കുഴച്ച് റെഡിയാക്കി വെക്കട്ടെ. ഈ കടി ഉണ്ടാക്കി നമുക്ക് എത്ര ദിവസം വേണേലും ഇരിക്കും കേട്ടോ, കേടിരില്ല. ഇതൊരു 10-15 ദിവസമൊക്കെ ഇരിക്കും. നോമ്പ് കഴിഞ്ഞാലും നമുക്ക് ഇരുന്നിങ്ങനെ തിന്നാം. നമ്മളെല്ലാ കൊല്ലം 27 രാവിലെ ഇത് ഉണ്ടാക്കുക. കാരണം നോലമ്പാവ് കൊണ്ട് ഇത് ചിലവാകില്ല. അപ്പോൾ നോലമ്പ് കഴിഞ്ഞാലും പെരുന്നാൾക്കൊക്കെ തിന്നാലോ വിചാരിച്ചിട്ട് ഞങ്ങളത് 27 രാവിലെ എന്നാലും ഇരപ്പം ഉണ്ടാക്കുക. അതിന് പുറമത്തെ വെള്ളക്കലത്തപ്പത്തിന് കുട്ടി വെച്ചേക്കണേ, മധുരമില്ലാത്ത കലത്തപ്പത്തിന്. മധുരമില്ലാത്ത കലത്തപ്പം ചിലപ്പോൾ മധുരമുള്ളവനുണ്ടാകും ചുടണം. കലത്തപ്പം പൊടി വെച്ചേക്കാൻ മധുരമുള്ളത് ഇടാൻ. കാരണം ഈ മധുരമുള്ളത് മധുരമില്ലാത്തപ്പോൾ നമുക്ക് ചിലവാകുള്ളൂ. ഇത് നമുക്ക് 10 ദിവസം മണ്ണിൽ എടുത്തേക്കാലോ. ആദ്യം അതാണ് ഉണ്ടാക്കുക. നോമ്പ് ഇറക്കുമ്പോഴേക്കിന് രണ്ടും ഉണ്ടാക്കണം. ഇത് പിന്നെ കുറേ രാത്രി ഉണ്ടാക്കിയാലും മതി. ഇത് വെഴുകുന്നോറും നന്നാക്കുക കുഴച്ച് വെച്ചാൽ. ചിലവർക്കൊന്നും അരിരപ്പം എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. വെള്ളം എടുക്കൊന്നുമില്ല. അതെ, ഇതൊക്കെ എൻ്റെ വല്യമ്മാട്ടൻ്റെ പടം ഉണ്ടാക്കുന്ന കടിയാണ്. അധികം ആരും ഇത് ഉണ്ടാക്കലില്ല. ഇതിൻ്റെയൊക്കെ കുഴച്ച് കൂട്ടിയിട്ട് കാണാം. കുഴച്ച് വെക്കാം. അവിടുന്ന് പഠിച്ചാണ് ഉമ്മ. ഞാൻ ഇവിടെ വന്നിട്ടാണ്. ഇപ്പം ഞങ്ങളവിടെ ഒന്നുമില്ല. ഇനി ഇതൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ട് നല്ലോണം കുഴക്കണം. ശരിയാക്കി കൂട്ടി വെച്ചിട്ട് കാണാം. പിന്നെ രാത്രി ചുടുമ്പോഴും കാണാം. ചെറിയ ചൂടുണ്ടേ, വെല്ലം ഒരുക്കിയത്. അതാണ്. നമുക്കൊന്ന് കുഴക്കട്ടിട്ട് എന്നിട്ട് കാണാൻ. നമുക്ക് മധുരമില്ലാത്ത കലത്തപ്പം, അതുപോലെ ഇനി മധുരമുള്ള കലത്തപ്പത്തിന് കൂട്ടിയിട്ടില്ല, അതിന് കൂട്ടണം. മധുരമുള്ളതിന് കൂട്ടിയിട്ടില്ല, മധുരമില്ലാത്ത കൂട്ടിച്ചു. തേങ്ങയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചപ്പോൾ മധുരമുള്ളതും മധുരമില്ലാത്തതും ഉണ്ടാക്കുന്നത്. ചിലവർക്ക് മധുരമുള്ളതാണ് ഇഷ്ടം, ചിലവർക്ക് മധുരമില്ലാത്ത ഇഷ്ടം. അതുകൊണ്ടാണ് അത് രണ്ടും ഉണ്ടാക്കുന്നത്. അത് രണ്ടും നൂൽ മറക്കുമ്പോഴേക്ക് വേണം. ഇത് നേരം വൈകിട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ ഇതുണ്ടാക്കിയ കടി ഉണ്ടാക്കിയ തിന്നോ നോക്കട്ടെ, ചിലപ്പോൾ അപ്പം ചുട്ടണം. എന്തായാലും ഇത് കുഴച്ചിട്ട് കാണാൻ നല്ലോണം. ഇപ്പോൾ ഒരു കഷ്ണമൊക്കെ ഇതിനുള്ള കലത്തപ്പം കുറേ നേരം ഇത് 10 മണിക്കൂറിലേറെ ഇരിക്കണം ശരിക്കും, എന്നാലേ സോഫ്റ്റ് ആവുള്ളൂ. ഇതൊക്കെ ആട്ടുന്നത് കാണാം. ഇത് പൊറോട്ട കുഴക്കണ പോലെ കുഴക്കണം. എല്ലാം കുഴയരണം, അപ്പോഴാണ് നല്ലത്. അതല്ലേ വിലയേക്കാണോ. അപ്പോൾ ഇത് നല്ലോണം കുഴച്ചിക്കണം കേട്ടോ. നമ്മൾ അരിരപ്പത്തിനുള്ളത് പൊറോട്ടക്ക് കുഴക്കണ പോലെ നല്ലോണം കുഴക്കണം. ഇത് ചെമ്പട്ടി എടുക്കുക. ഇനി വെച്ചിട്ട് ഇത് എണ്ണയാക്കണേ. ഇതിന് കുറച്ച് മണിക്കൂർ ഇനി ഇങ്ങനെ മാറ്റി വെക്കണം കേട്ടോ. കുറച്ച് മണിക്കൂർ പറഞ്ഞാൽ 8-9 മണിക്കൂറൊക്കെ മാറ്റി വെക്കണം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ പൊടി കുഴച്ച പാത്രമാണ് കേട്ടോ. അതാണ് നമ്മൾ പൊടി കാണുന്നത്. പിന്നെ നമ്മൾ വീതനമൊക്കെ ഇട്ടിട്ട് നല്ലോണം കുഴക്കുക ചെയ്തത്. അപ്പം ഇനി നമുക്ക് ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് മേലെ കുറച്ചിങ്ങനെ എണ്ണയാക്കി കൊടുക്കാം, ഒട്ടാതിരിക്കാൻ. 4 പുറം അതുപോലെ അടിയിലും കുറച്ചാക്കി കൊടുത്തോണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കും. ഒട്ടാനും അല്ലതൊന്നും അയാനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒട്ടും ചെയ്യൂല. ഇനി ഇത് കുറച്ചു നേരം അങ്ങനെ അടച്ചിരിക്കട്ടെ. 10 മണിക്കൂറായിട്ട് ഇരിക്കണത്. അപ്പോൾ ഇത് രാവിലെ കുഴച്ച് വെക്കണം കേട്ടോ. കാറ്റുള്ളത് അടച്ചു വെക്കണേ. ഇതിപ്പോൾ രാവിലെയാണ് നമ്മൾ കുഴച്ച് വെക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വൈകിട്ടൊരു 5 മണി 6 മണി നേരത്തൊക്കെ ഉണ്ടാക്കാൻ വന്നാൽ മതി, നോമ്പ് തുറക്കണതിൻ്റെ കുറച്ച് മുന്നേറ്റ്. എന്നാൽ ഇത് ഉണ്ടാക്കണ നേരത്ത് കാണാം അല്ലേ. എന്നാൽ ഇനി ഇത് അടച്ചു വെക്കുക. അങ്ങനെ ഇതമ്മ അരിരപ്പത്തിനുള്ള മാവൊക്കെ അത് അവിടെ കുഴച്ച് വെച്ചുകൊണ്ട്. അപ്പം ഇന്ന് നമുക്ക് എന്നാൽ ജ്യൂസ് അടിക്കണം, ഷമാമ അടിക്കാമെന്ന് പറഞ്ഞിരിക്കണം. അപ്പം ഇന്ന് ഏതായാലും ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ജ്യൂസ് അടിക്കട്ടെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിക്കണു.
നന്നായി കഴുകി കൊടുന്ന് തൊലിയൊക്കെ കളഞ്ഞു. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ അതാ കളഞ്ഞിക്കണം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുക്കുക. അപ്പം അത് ചെറുതാക്കി ഒന്ന് നുറുക്കണം കേട്ടോ ആദ്യം. അപ്പം ഇന്നിപ്പോൾ നമുക്ക് 27-ാം രാവാണല്ലോ. അപ്പം ജ്യൂസും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മറ്റേ കടികളുണ്ടല്ലോ, നമ്മൾ അരിരപ്പം അതുപോലെ തന്നെ കലത്തപ്പം മധുരമില്ലാത്തതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് ടേബിൾ മുക്ക് വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതാ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഇതാ അത് ഇട്ടുക്കണം. അതുപോലെ തന്നെ പഞ്ചസാര ഇട്ടു. അതുപോലെ തന്നെ പാലിലാണ് കേട്ടോ ഇപ്പോൾ അടിക്കണേ. ഇപ്പോൾ വെള്ളം ഒഴിക്കണില്ല, കാരണം മിക്സിയിൽ നിന്ന് തെറിച്ചാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. കലത്തപ്പം ഉണ്ടാക്കണം കേട്ടോ. മധുരമില്ലാത്ത കലത്തപ്പം ആദ്യം ഉണ്ടാക്കട്ടെ. അതിന് എണ്ണ വെച്ചു, ഉള്ളി ഇട്ടു കൊഴിഞ്ഞപ്പോൾ അതിൽ പാരുള്ളി മൂക്കോറുള്ളൂ. മധുരമില്ലാത്ത കലത്തപ്പം ആദ്യം ഉണ്ടാക്കണം കേട്ടോ. രണ്ടൊട്ടായിട്ട് ഉണ്ടാക്കണ്ടല്ലോ. രണ്ടെണ്ണമായിട്ട് പാകാനില്ല. ഇത് ഇനി ഇതിലൊരു 10 മിനിറ്റ് ഒക്കെ ഇരിക്കുമ്പോഴത്തേനും വെന്തിട്ട് കേട്ടോ. അങ്ങനെ ഇത് അമ്മ ആദ്യം തന്നെ മധുരമില്ലാത്ത കലത്തപ്പമാണ് കേട്ടോ ഉണ്ടാക്കണത്. പിന്നെ ഞാനിത് ആ സമയം കൊണ്ട് ഇവിടെ വന്നിട്ട് ജ്യൂസൊക്കെ ഇതാ അടിച്ച് ഒഴിച്ചിക്കണം കേട്ടോ. പിന്നെ ഞാൻ 2 വട്ടമായിട്ടാണ് കേട്ടോ ജ്യൂസ് അടിച്ചെടുത്തിക്കണത്. അപ്പോൾ അതാ നമ്മൾ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിക്കണു. ആ സമയം കൊണ്ട് ഇതവിടെ തണ്ണിമത്തന് ഇവിടെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ കലത്തപ്പം ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. തുറന്ന് നോക്കുക, അയക്കണോ നോക്കി നോക്കുക തുറന്നിട്ട്. അതാ മധുരമില്ലാത്ത കലത്തപ്പം ഇതിൽ കൊട്ടണം. അതാണ് നമ്മളെ മധുരമില്ലാത്ത കലത്തപ്പം. ഇനി അടുത്തത് മധുരമുള്ളത്. അപ്പോൾ ആദ്യം ഒരു മധുരമില്ലാത്തത് ഇത് ഉണ്ടാക്കി വെച്ചുക്കണു. ഇനി അടുത്തത് മധുരമുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മധുരമുള്ള കലത്തപ്പം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ അപ്പാട്ടം ഉണ്ടാക്കണത്. അതിനിതാ മാവൊക്കെ ആട്ടി വെച്ചേക്കണം, അരി ആട്ടി വെച്ചേക്കണം. പിന്നെ അപ്പോൾ നമ്മളിതാ അപ്പത്തിൽ കോഴിമുട്ടക്കറി ആട്ടം ഉണ്ടാക്കണത്. അപ്പോൾ ഈ കുക്കറിൽ തന്നെ വെക്കാൻ വിചാരിച്ചു. മുട്ടയൊക്കെ അവിടെ വേവിച്ച് വെച്ചേക്കണു. മുട്ട കഴിച്ച് വെച്ചപ്പോൾ തേങ്ങ അരച്ച് വെച്ചേക്കണു. പിന്നെ അപ്പം നമ്മൾ സാവധാനം ചുടണുള്ളൂ കേട്ടോ. അപ്പോൾ കലത്തപ്പം ഇതൊക്കെ തിന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞിട്ടേ ചുടണുള്ളൂ. എണ്ണ ചൂടായിക്കണു. നമ്മൾ കോഴിമുട്ടക്കറി ഇങ്ങനെ കേട്ടോ വെക്കൽ. വേപ്പിൻ്റെ ഇട്ടോ, മുളക് ഇട്ടു, മല്ലിയില ഇടാം. നമ്മൾ തേങ്ങ വറക്കുമ്പോഴാട്ടോ എല്ലാതും തേങ്ങയിലിടും. ഉള്ളി തക്കാളി അങ്ങനെയുള്ളതൊക്കെ നമ്മൾ തേങ്ങയിലിടലാണ്. അതുപോലെ പൊടികളും തേങ്ങയിലിടും, വറുത്തരക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഉണ്ട് വേപ്പിൻ്റെ മുളക് ഇടുക, തേങ്ങയിലെല്ലാം ഇട്ടുകൊള്ളു. നമ്മൾ കോഴിമുട്ടക്കറി ഇങ്ങനെയായിട്ട് ഉണ്ടാക്കൽ. കുറച്ചുകൂടി വെള്ളം പറഞ്ഞു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ഇട്ടാൽ നമ്മളെ കോഴിമുട്ടക്കറി ഇവിടെ റെഡി ആവും. അതാ കോഴിമുട്ട. അപ്പോൾ ഇത് വേവിച്ചിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ. ഇനി തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതാട്ടോ മുട്ടയൊക്കെ നമ്മൾ വേവിച്ച് വെച്ചുകൊണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ നമ്മളെ മുട്ടക്കറി ഇതവിടെ റെഡി ആക്കണം. അങ്ങനെ ഇതാ നമ്മൾ നോമ്പ് തുറക്കാനൊക്കെ ആയിട്ടോ. നമ്മളിന്ന് 27-ാം രാവാണ് കേട്ടോ. അതായത് 26-ാമത്തെ നോൻപാണ്. അപ്പോൾ അതാ നോമ്പ് തുറക്കാനുള്ളതൊക്കെ ടേബിൾ മുക്ക് റെഡിയാക്കിക്കണം. പിന്നെ അതാ നമ്മൾ കലത്തപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇതും കൂടി കട്ട് ചെയ്തിട്ട് ടേബിളുമ്പോൾ കൊണ്ടുപോയി വെക്കണം. അങ്ങനെ ഇതാ മധുരമുള്ള കലത്തപ്പം മധുരമില്ലാത്ത കലത്തപ്പം ഒക്കെ അതവിടെ മുറിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞങ്ങളൊക്കെ നോമ്പ് തുറക്കാൻ വേണ്ടി ടേബിളുമ്പോൾ പോയിരുന്നു. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങളിതാ നോമ്പ് തുറക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ 27-ാം രാവ് ആയതുകൊണ്ട് കലത്തപ്പം ഉണ്ടാക്കിക്കണം. അതുപോലെ തന്നെ നമ്മൾ അരിരപ്പമാണ് കേട്ടോ. അരിരപ്പം ഉണ്ടാക്കിയിട്ടില്ല. നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാവധാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഏതായാലും ഇനി നോമ്പൊക്കെ തുറക്കട്ടെ. അപ്പോൾ ഇതാട്ടോ നമ്മൾ അരിരപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ നല്ലോണം ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പം ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ ഉഴുന്ന് വടരൊക്കെ ഒരു ഷേപ്പാക്കാം കേട്ടോ. ഇതാ അങ്ങനെ ചെറിയൊരു ഉരുളെടുത്തിട്ട് കയ്യിൽ നടുവിലിട്ടിട്ട് പരത്തുക. എണ്ണ ആക്കണം കേട്ടോ. അതേ കയ്യിലൊട്ടും നോട്ടെ. അപ്പം നമ്മളെ അരിയിലപ്പം അങ്ങനെ എണ്ണയിൽ കടന്നു പോകണം. ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ ഉഴുന്ന് വടരൊക്കെ ഒരു ഷേപ്പാക്കാം കേട്ടോ. രസം നല്ല മധുരം രസം ഉണ്ടാവും. നല്ല മധുരത്തിൽ പല്ലല്ലേ. അപ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് എത്ര വേണേലും എടുത്ത് വെച്ച് തിന്നാം.
നോമ്പ് കഴിഞ്ഞാലും പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ തിന്നും. 27 രാവിലെ ഇതുണ്ടാക്കിയാൽ നോലും കഴിഞ്ഞാലും പെരുന്നാൾ കഴിഞ്ഞാലും തിന്നേ. 27 രാവിലെ ഇവിടെ അധികം ഉണ്ടാക്കുള്ളൂ അല്ലേ? അല്ല പിന്നെ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ ആരെങ്കിലും കൊണ്ടേ കൊടുത്തേക്കാനൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കും. അല്ല നമ്മൾ പ്രത്യേകിച്ചിട്ട് 27 രാവിലെ ഉണ്ടാക്കുള്ളൂ. അല്ലാതെ ഒരു ദിവസങ്ങളിൽ ഇത് ഉണ്ടാക്കിയിട്ടില്ല. ഇതുണ്ടല്ലേ അങ്ങനെ വെന്ത് വരുന്നുണ്ട്. വെന്ത് വരുമ്പോൾ മറിച്ചിട്ട്. അപ്പോൾ ആയതായത് നമുക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പറ്റിയപ്പോൾ പോയി ഒട്ടും. ഇത് സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം കൂട്ടി വെക്കണം. 8-10 മണിക്കൂർ കൂട്ടി വെക്കണം അല്ലേ? എന്നാലേ ഇത് നല്ല മായം കിട്ടുള്ളൂ. വെഴുകും തോറും മായം വരും. ഇതാവട്ടെ എന്നിട്ട് കാണാം. ആയതായത് ഇതാട്ട് എടുക്കണു. അല്ലെങ്കിൽ കരിയുള്ളേ എങ്ങനെ ഉണ്ടാവും നമ്മളെ അരിയിലപ്പം ഉഴുന്നുവടാന്ന് അറിയണം. കരിയുള്ളതാണെങ്കിൽ അപ്പം അതിൻ്റെ ഒപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കും ചെയ്യാം. ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അടിയിലടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എടുക്കുന്നതിനനുസരിച്ചാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം. ചട്ടിക്ക് ഒഴിവുണ്ടാവില്ല അല്ലേ? ചട്ടിക്ക് ഒഴിവുണ്ടാവില്ല. ചട്ടിക്ക് ഒഴിവില്ലാതെ ഇടണം. ശരിക്ക് നിറച്ചിടായില്ല. ഉണ്ടാക്കലൊക്കെ വേഗം കഴിയും. നമുക്കിത് കൂട്ടി വെക്കാനാണ് കുറച്ച് സമയം കൊണ്ട്. കുഴക്കാനും എല്ലാം കുഴക്കണം. ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കില്ലേ? അതിന് ആദ്യം മുതൽ കാണിച്ചിട്ടില്ലേ ഉണ്ടാക്കണവർക്ക്? ഇത് അധികം ആർക്കും അറിയില്ല. ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. നമ്മൾ ഈ മണ്ണാർക്കാട്ടേക്ക് ഇങ്ങനെ ഉണ്ടാക്കും. ഞങ്ങളവിടെ എന്നിട്ടും ഇത് പഠിച്ചിട്ടില്ലേ? ഞാൻ ചെന്ന് പറഞ്ഞു കൊടുത്തിട്ടും കട്ടി കൊടുത്തിട്ടേ. നല്ല രസം. ഇങ്ങനെ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ആരോടേലും ഇങ്ങനെ ഉണ്ടാക്കണ്ടെങ്കിൽ അത് ഏത് വിധത്തിലുണ്ടാക്കാന്ന്. ഇപ്പം ഇതിന് വ്യത്യാസപ്പെട്ടിട്ട് ഉണ്ടാക്കണ വെച്ചാൽ നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കി. ഈ പേര് തന്നെയാണോ പറയാന്ന് അറിയില്ലല്ലോ നമുക്ക്. നമ്മളെ വിളിക്കുന്നതിന് അരിയിരപ്പം എന്ന് പറയും. അരിയിരപ്പം. അരീരിയപ്പം. അരിയിരപ്പം. 2 അരി. അരിരി. അരിരിയപ്പം. 2 ഇരി. 2 ഇരി ഉണ്ട് അരീരിയപ്പം. അപ്പം നമ്മളെ അരിയിരപ്പം ഇവിടെ ഇങ്ങനെ ആയും കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതവിടെ റെഡി ആയിക്കൊണ്ട് കേട്ടോ നമ്മൾ അരിയിലപ്പം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതുപോലെ. അപ്പം നമ്മളിത് നോമ്പ് കഴിഞ്ഞാൽ വെറുതെ അങ്ങനെ ഇരുന്ന് തിന്നും കേട്ടോ. നോമ്പിന് നോമ്പറക്കൽ കഴിഞ്ഞിട്ട് വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ തിന്നാം. അപ്പോൾ ഇതാണ് നമ്മളെ 27 രാവിൻ്റെ സ്പെഷ്യൽ കേട്ടോ. അതുപോലെ നമ്മൾ കലത്തപ്പം ഉണ്ടാക്കിയില്ലേ, അത് നോമ്പറക്കുമ്പോൾ തിന്നും. മധുരമുള്ള കലത്തപ്പം, മധുരമില്ലാത്ത കലത്തപ്പം. അപ്പോൾ 2 കലത്തപ്പം ഉണ്ടാക്കിയത്. ചിലവർക്ക് മധുരം ഉള്ളതാണ് ഇഷ്ടം, ചിലവർക്ക് മധുരം ഇല്ലാത്തതാണ് ഇഷ്ടം. ഇത് പിന്നെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കടി ഉണ്ടാക്കി. പിന്നെ പള്ളിക്കും കൊണ്ടുപോയിക്കണം കേട്ടോ കടി ഉണ്ടാക്കിയത്. അങ്ങനെ ഇതാ നമ്മളെ 27 രാവിൻ്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ അരിരപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനമാണിത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കും. അപ്പോൾ നമ്മളെ 27 രാവിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.